ഹായ് ഗായ്സ്, എല്ലാവർക്കും വണക്കം. നമ്മൾ അതായത് കേരളത്തിലല്ല, ഒരുപാട് ജനങ്ങൾ സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ് അല്ലേ. ഒരുപാട് ഉരുൾപൊട്ടലും ഇപ്പോൾ അതാ വയനാട്ടിലെ സംഭവം, അങ്ങനെ ഫ്ലഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഒരു കേരള ജനത ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. മറ്റുള്ള സംസ്ഥാനം ഉണ്ടായിരിക്കാം, പക്ഷേ ഇത്ര ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫ്ലഡും ഈ ഉരുൾപൊട്ടലൊക്കെ വന്നിട്ട് ജനങ്ങൾ ഒരുപാട് സങ്കടത്തിലും സാമ്പത്തികപരമായ തകർച്ചയിലാണ്. അപ്പോൾ ഈ സാമ്പത്തികത്തിൻ്റെ കാര്യം പറയാനുള്ള കാരണം, ഒരുപാട് പേര് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഈ സാമ്പത്തികം തകരുമ്പോൾ നമുക്ക് ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിൽ ഉദിക്കുന്നൊരാശയമാണ് എന്താ അറിയോ, ലോട്ടറി അല്ലേ. പെട്ടെന്ന് ഭാഗ്യപരീക്ഷണമാണ് എടുക്കുന്നത്. പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ ചില സമയത്തൊരു തോന്നലാണ് ലോട്ടറി എടുത്താലോ. ചിലപ്പോൾ ആ തോന്നൽ ചിലപ്പോൾ ഒന്നാം പ്രൈസോ സെക്കൻഡോ തേർഡോ ഒക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ചിന്തയാണ് എല്ലാത്തിലും എത്തിക്കുന്നത്. അപ്പോൾ ആ ചിന്തയിൽ നമ്മൾ എടുക്കും. അപ്പോൾ ഒരു 40 രൂപയാണ് ഇപ്പോൾ ടിക്കറ്റിന് തോന്നുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അന്നൊരു ദിവസം പ്രതീക്ഷയാണ്, ഇന്ന് ഒന്നാം സമ്മാനം അടിക്കണേ എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ വൈകിട്ടാകുമ്പോൾ റിസൾട്ട് നോക്കുമ്പോൾ നിരാശയായിരിക്കും. അപ്പോൾ അങ്ങനെ നിരാശ, എന്താ പറയുക, മനസ്സിൽ വിങ്ങിപ്പൊട്ടലും നിരാശ എല്ലാം കൂടെ. ഇനി അടുത്ത ഓപ്ഷൻ എന്താണ്, ഒരു ഐഡിയ ഇല്ലാത്തൊരു നീക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇന്ന് 40 രൂപ കൊടുത്ത് എടുക്കുന്നവരാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര പോലെ സങ്കടം ഉണ്ടാവും. ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ട്. എത്ര പോലെ ആളുകൾ ലോട്ടറി എടുക്കുന്നുണ്ട്. എന്നിട്ട് എന്തേ സർക്കാർ മര്യാദയ്ക്ക് ഒരു പ്രൈസ് കൊടുക്കുന്നുണ്ട് അറിയാം. പക്ഷെ എന്നാലും ആ ഒന്നാം സമ്മാനം പോരാ. രണ്ടാം സമ്മാനം കൊടുക്കുമ്പോൾ ഒരു 15 ലക്ഷം, മൂന്നാം സമ്മാനം ഒരു 10 ലക്ഷം, ഇങ്ങനെയൊക്കെ ആക്കി എടുക്കുകയല്ലേ ഏറ്റവും നല്ലത്. എന്നാലേ ജനങ്ങൾക്ക് വീണ്ടും അത് എടുക്കാനൊരു ടെൻഡൻസി, താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ഇല്ല. ഞാൻ ആദ്യം എടുത്തിരുന്നു, പക്ഷേ എനിക്ക് ഒറ്റ തവണ കിട്ടിയത് ഒരു 5000 രൂപ കിട്ടി. അത് യാദൃശ്ചികമായി എടുത്താൽ കിട്ടി, നല്ലത് തന്നെ, ഭാഗ്യം. അത് കുറ്റം പറയില്ല, പക്ഷെ നല്ലതാണ്. പിന്നീട് ഞാൻ ഒരുപാട് എടുത്തു, പക്ഷേ ആ 5000 അടിച്ച മോഹത്തിൽ വീണ്ടും എടുത്തു, പക്ഷെ കിട്ടിയതില്ല. ഒക്കെ പിന്നെ പോയതേ ഉള്ളൂ, 5000-ന് കൂടുതൽ പോയതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എടുക്കുന്നവരോട് ഒരു കാര്യം പറയാണ് ഞാൻ. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരള സർക്കാർ ലോട്ടറിയിൽ കുറച്ചും കൂടി പ്രൈസ് കൊണ്ടുവരാമെന്ന് അല്ലാതെ വേറൊരു രക്ഷ ഇന്നിപ്പോൾ ജനങ്ങൾക്കില്ല. കാരണം ലോട്ടറി വെറുതെ വ്യാമോഹമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എടുക്കും തോറും അത് അടിക്കാതെ പോവുകയാണ്. ഒരിക്കലും അടിക്കണില്ലാത്തൊരവസ്ഥ. അടിക്കുന്നത് പത്രത്തിൽ ഈ നമ്പേഴ്സും കാര്യങ്ങളും റിസൾട്ടൊക്കെ അറിയുന്നുണ്ട്, പക്ഷേ എവിടെ അടിച്ചെന്നും ആർക്കും അറിയില്ല. കിട്ടുന്നുണ്ടോയെന്നും അതും അറിയില്ല. ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കും, പക്ഷേ അത് അറിയണില്ല. എന്തായാലും കുറേ നമ്പേഴ്സ് കാണലുണ്ട്, കൈരളി ടി വിയിൽ അതിൻ്റെ ലൈവൊക്കെ കാണലുണ്ട്. പക്ഷെ അത് കിട്ടുന്നുണ്ടോ എന്താണെന്ന് നമുക്കറിയില്ല. ആർക്കാണ് എവിടെ കിട്ടിയതെന്നും നമുക്കറിയില്ല. കിട്ടുന്നതായിരിക്കും, പക്ഷേ നമുക്കൊന്നും അറിയില്ല കിട്ടുന്നതൊന്നും. അപ്പോൾ അടിച്ച ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടോ അത് അവർ പറഞ്ഞാൽ നമുക്കറിയുള്ളൂ. അപ്പോൾ ഈ കേരള സർക്കാർ കുറ്റം പറയല്ല, പക്ഷേ പ്രൈസ് ഒന്നുകൂടി കൂട്ടണം, ഒരു അപേക്ഷയാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഗോച്ചോ 40 രൂപയ്ക്ക് ഒരു ചായപ്പൊടീൻ്റെ പാക്ക് ഇറക്കിയിട്ടുണ്ട്. അതൊരു ബമ്പം പ്രൈസാണ്. ഒരു ലോട്ടറി തന്നെയാണ്, ശരിക്കും പറഞ്ഞാൽ ലോട്ടറിയാണ്. അതിൽ 10 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ 1000 പേർക്കോ അങ്ങനത്തെ നറുക്കെടുപ്പുണ്ട്. അതിൽ 10 ലക്ഷമാണ് കിട്ടുന്നത്. 25 കോടി വരെ, 25 CR വരെയാണ് അതിൻ്റെ ഒന്നാം സമ്മാനം എന്ന്. അപ്പോൾ അതിപ്പോൾ ഒരുപാട് ആൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എടുക്കുന്നവർ കിട്ടിയിട്ടുമുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ, കാറും മറ്റെല്ലാ സംഭവം കിട്ടിയതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ലോട്ടറിയിലേക്ക് എടുക്കുന്നതിന് നല്ല ഈ ഒരു സംഭവം പ്രതീക്ഷിച്ച് നോക്കുക, ഒന്ന് എടുത്ത് നോക്കുക. കിട്ടിയാൽ 10 ലക്ഷം അല്ലേ, 10 ലക്ഷം കൊടുക്കുന്നുണ്ട്. പിന്നെ നഷ്ടമല്ല, നമുക്ക് ചായപ്പൊടി അതെന്തായാലും കിട്ടുന്നുണ്ട്. എന്തായാലും പുറത്തുനിന്ന് നമുക്ക് കാശ് കൊടുത്ത് ചായപ്പൊടി വാങ്ങണം. ചായപ്പൊടി പുറത്തുനിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരു ചായ കുടിക്കാമെന്നുള്ള ഇതിലാണ് വാങ്ങുന്നത്. പക്ഷേ ഇവിടെ ഒരു 2 കാര്യമാണ്. ഒന്ന്, കിട്ടിക്കഴിഞ്ഞാൽ പ്രൈസ്, ഇല്ലെങ്കിൽ ചായയും കുടിച്ചുകൂടെ, നഷ്ടമില്ലല്ലോ. സർക്കാരിൻ്റെ ലോട്ടറി എടുക്കുകയാണെങ്കിൽ നഷ്ടമാണ്. ആ ഒരു പേപ്പർ, ഒരു ലോട്ടറി ടിക്കറ്റ് കിട്ടണു, അത് കഴിഞ്ഞു, പിന്നെ വലിച്ചെറിയാം, അതേ പിന്നെ പറ്റുള്ളൂ, വേറെ ഒന്നിനും അത് പറ്റില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ചായപ്പൊടി വാങ്ങിക്കും ചെയ്യാം, കിട്ടൽ ബമ്പം പ്രൈസും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മാക്സി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയാൽ ഭാഗ്യമല്ലേ, 10 ലക്ഷം കിട്ടില്ലേ, ഇല്ലെങ്കിൽ നമുക്ക് ആ ചായ കുടിക്കുക, വേസ്റ്റ് ഇല്ലല്ലോ.
ചായയും കഴിച്ചൂടെ? 100 ഗ്രാം പാക്കറ്റാണ്. അപ്പോൾ അതോട് നമുക്ക് ചായ ഉണ്ടാക്കി കുടിച്ചൂടെ? എന്തായാലും നഷ്ടമില്ല. 40 കൊടുത്താലും നമുക്ക് അതിനുള്ള ബെനിഫിറ്റ്, നമുക്കുള്ള അതിനുള്ളൊരു മാർഗം നമുക്ക് തരുന്നുണ്ട്. വെറുതെ അല്ല, 40 രൂപ കൊടുത്താലും അതിനുള്ളൊരു ഇൻകം തിരിച്ചിങ്ങോട്ടും തരാം. ഒരു ചായപ്പൊടീൻ്റെ രൂപത്തിൽ ചായപ്പൊടി പാക്കറ്റായി നമുക്ക് തരാം നഷ്ടമില്ലാതെ. അപ്പോൾ അതുകൊണ്ട് ചായപ്പൊടി പുറമേയുള്ള കടയിൽ നിന്ന് വാങ്ങണ്ട എന്നല്ല, വാങ്ങിക്കണം. പക്ഷെ കൂട്ടത്തിൽ ഇടയ്ക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കിട്ടിയെങ്കിൽ 10 ലക്ഷം, ഇല്ലെങ്കിൽ ചായപ്പൊടിൻ്റെ പാക്കറ്റ്. നഷ്ടമില്ല. മനസ്സ് വേദനിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ലോട്ടറി അങ്ങനല്ല, വൈകിട്ടാകുമ്പോൾ ഒരു ശാപമായി മാറാണ്. അത് കിട്ടില്ലല്ലോ ആ ഒരു സങ്കടം മനസ്സിൽ. പക്ഷെ ഇതിനങ്ങനെയില്ല. ഒരു ചായപ്പൊടീൻ്റെ പാക്ക് എന്നുള്ള സമാധാനമല്ലേ നമുക്ക്, നഷ്ടമില്ലല്ലോ. നഷ്ടമില്ലാത്തൊരു കേസ് ഒന്ന് എടുത്ത് നോക്ക്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും 10 ലക്ഷം നിങ്ങൾ കൂടെ പോരും, അല്ലെങ്കിൽ 25 കോടിയെങ്കിലും നിങ്ങൾ കൂടെ പോരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ബോച്ചോ നമുക്ക് നൽകിയ ഒരു ലക്കി പ്രൈസാണ് ഈ ബോച്ചോട്ടി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ബോച്ചോയ്ക്ക് നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ ബോച്ച ഒരുപാട് സഹായങ്ങളുമായി ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നല്ല മനസ്സിൽ നമുക്ക് ഇങ്ങനെയും കൂടി അദ്ദേഹത്തിന് സേവനം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ച് പാവങ്ങൾക്ക് സേവനം ചെയ്തു കൊടുക്കും. ഒന്നും പ്രതീക്ഷിക്കാതെ അദ്ദേഹം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിയുന്നതും ആ ബോച്ചോക്ക് ചായപ്പൊടി വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗോൾഡ് ഷോറൂം പോയിട്ട് നമ്മൾ കഴിയണത് എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ക്യാഷ് തിരിച്ച് പാവങ്ങൾക്കായിരിക്കും ആ ബോച്ചോ സമ്മാനിക്കുന്നത്. പല രൂപത്തിലാണ് സഹായിക്കുന്നത്. അപ്പോൾ നമുക്കും ഒരു അവസരത്തിൽ അദ്ദേഹത്തെ സഹായിക്കാം എന്നുള്ളൊരു ചെറിയ എന്താ പറയുക ഒരു ചെറിയ മാർഗമായി നമ്മുടെ മുന്നിൽ വന്നതാണ്. അപ്പോൾ നമ്മളും തിരിച്ചങ്ങനെ വാങ്ങിച്ചിട്ട് ആ ചായപ്പൊടി പാക്കറ്റിങ് വാങ്ങിച്ച് അദ്ദേഹത്തിന് ഹെൽപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പാവങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, കിട്ടില്ല എന്നുള്ള ടെൻഷൻ ആവേണ്ട, എടുത്തുകൊണ്ടേ ഇരുന്നോളൂ. കിട്ടാതിരിക്കില്ല. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പം ഞാൻ ഇന്ന് എടുക്കാൻ പോവാണ്, ബോച്ചോൻ്റെ ടീ പാക്കറ്റ് എടുക്കുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യും, കിട്ടിയില്ലെങ്കിലും ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗ്യശാലി ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആയിരിക്കും. അപ്പം പെട്ടെന്ന് എടുത്ത് നോക്കൂ ബോച്ചോയുടെ ഒരു തേയില പാക്കറ്റ് അല്ലെങ്കിൽ ടീ പാക്കറ്റ് എടുത്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.